ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ ഞാൻ തിയേറ്ററിലെ പ്രേക്ഷകരോടെ കൂടെ ഇരുന്ന് കണ്ടിട്ടില്ല. ഒരു മോശമാണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ നമുക്കത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ച് ഈ രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് അലറി എഴുന്നേറ്റിട്ടുണ്ട്. ഗോകുലിന് ലഭിച്ച സ്പെഷ്യൽ ജൂറി പരാമർശം എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അയക്ക് കിട്ടിയ അത് ഏറ്റവും വലിയൊരു പ്രോത്സാഹനമായിട്ട് തോന്നുന്നു. അപ്പം ചെയ്ത 8 സിനിമകളിൽ 4 സിനിമകൾക്ക് ഡയറക്ഷന് അപ്രീസിയേഷൻ കിട്ടി എന്ന് പറയുമ്പം നമ്മളൊരു ഫിലിമോഗ്രാഫി നോക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഇവനൊക്കെ പത്മരാജനെ പോലുള്ളൊരു ലെജൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇത്തരം കൂതറ സിനിമയാണ് എടുക്കുന്നത് ചോദിക്കാൻ പാടില്ലല്ലോ. നിരവധി വൈകാരിക മുഹൂർത്തങ്ങൾ കോർത്തിണക്കി മലയാളി പ്രേക്ഷകർക്ക് ഹൃദയസ്പർശിയായ ധാരാളം സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകൻ, അതാണ് ബ്ലസ്സി. ഇപ്പോൾ സംസ്ഥാന അവാർഡിൻ്റെ തിളക്കത്തിൽ നിൽക്കുന്ന ബ്ലസ്സി നമ്മളോടൊപ്പം ചേരുകയാണ്. സംസ്ഥാന അവാർഡിൻ്റെ വിജയത്തിളക്കത്തിലാണുള്ളത്. വളരെയധികം സന്തോഷവാനാണെന്നറിയാം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എങ്കിലും ഈ നിമിഷം സാറിൻ്റെ മനസ്സിലൂടെ എന്തായിരിക്കും കടന്നു പോകുന്നത്? ആദ്യം തന്നെ വളരെ സന്തോഷം. ആടുജീവിതം എന്ന സിനിമ ഒരു പ്രത്യേകിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ സ്വഭാവമുള്ളൊരു സിനിമ, അത് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ മുഖ്യമായ കാരണം. അത് ലോകമെമ്പാടുള്ള മലയാളികൾ മാത്രമല്ല, എല്ലാ ഭാഷയിൽപ്പെട്ട സിനിമാ പ്രേക്ഷകരുടെ ഇടയിലേക്കും ആടുജീവിതം ചെല്ലുന്നു എന്ന് പറയുന്നത് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നു. അപ്പം തന്നെ അവാർഡിനെക്കുറിച്ച് പറയുമ്പോൾ അവാർഡ് സന്തോഷമുണ്ടാക്കുന്നതാണ്. കാരണം അതിൻ്റെ അകത്തൊരു തുടർച്ച പോലെയാണ് നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും ഒക്കെ. പക്ഷെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന ഗോകുലിന് ലഭിച്ച സ്പെഷ്യൽ ജൂറി പരാമർശം എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അയക്ക് കിട്ടിയ അത് ഏറ്റവും വലിയൊരു പ്രോത്സാഹനമായിട്ട് തോന്നുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ നജീബ് എന്ന ക്യാരക്ടറിലേക്ക് എത്തിയ പൃഥ്വിരാജിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നടൻ എത്രത്തോളം അതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്തു, കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് എത്ര വ്യത്യസ്തമായ ഒരു തലത്തിലൂടെ അദ്ദേഹത്തിന് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും വളരെ അർഹതപ്പെട്ട ഒരു കാരണം ആ ഒരു കഥാപാത്രത്തിന് പോലും അധികം സമാനതകളില്ല. കാരണം നമുക്കൊരു മുൻപരിചയമോ അല്ലെങ്കിൽ കണ്ട ഒരു ആളെ നമ്മൾ ഒബ്സർവേഷനിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ഒക്കെയുള്ള ആ കഥാപാത്രത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഫിസിക്കലി മാത്രമല്ല, നമ്മുടെ ഒരു സംസാര രീതി, നമ്മുടെ ബിഹേവിയർ പാറ്റേൺ ഒക്കെ ഇങ്ങനെ ഗ്രാജ്വലി ഡിറ്ററേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെ വളരെ ഡീറ്റെയിലിങ് ചെയ്തിട്ടുള്ളതാണ്. അത് ചിലപ്പം പ്രേക്ഷകർക്ക് ഒരു 1-2 തവണ കാണുമ്പോഴായിരിക്കും ആ ഡീറ്റെയിലിങ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് പൃഥ്വിരാജ് എന്ന് പറയുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ്റെ ഒരു വളരെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള നോട്ടവും നടപ്പും ഒക്കെയുള്ള അല്ലേ, ഭയങ്കര കോൺഫിഡൻസ് ലെവലുള്ള ഒരാളാണ് ഇദ്ദേഹം. അതിൽ നിന്നൊക്കെ എൻ്റർലി ഡിഫറൻ്റായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് തിയേറ്ററിലെ അയാളുടെ വേദനകൾക്കും കരച്ചിലുകൾക്കും ഒക്കെ ഭയങ്കരമായ അസ്വസ്ഥത പ്രേക്ഷകർക്കുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ലഭിച്ച അംഗീകാരം വളരെ സന്തോഷമുണ്ടാക്കുന്നതാണ്. പിന്നെ എനിക്ക് എൻ്റെ ഇത് സ്റ്റേറ്റ് അവാർഡ് സംവിധാനത്തിൽ എനിക്ക് ഇത് 3-ാം തവണയാണ് കിട്ടുന്നത് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ആദ്യ സിനിമയ്ക്ക് നവാഗത സംവിധായകനായിട്ടാണ് കിട്ടിയതെങ്കിലും
അപ്പം ചെയ്ത 8 സിനിമകളിൽ 4 സിനിമകൾക്ക് ഡയറക്ഷൻ അപ്രീസിയേഷൻ കിട്ടി എന്ന് പറയുമ്പം നമ്മളൊരു ഫിലിമോഗ്രാഫി നോക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഒരു പ്രോജക്റ്റിനെ അത്രയും സീരിയസ് ആയിട്ട് കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അതിനത്രയും സമയമൊക്കെ നമ്മളതിനു വേണ്ടിയൊക്കെ ചെയ്തതിന് ന്യൂനതകളില്ലാതെ അംഗീകരിക്കപ്പെടുമ്പോഴാണ് ന്യൂനതകൾ. അപ്പം ഒരു പ്രേക്ഷകരുടെ ഒരു ഇതിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവാമായിരിക്കാം പലർക്കും. പക്ഷേ അത് ഒരു ജൂറിയുടെ അല്ലെങ്കിൽ ഒരു പരാമർശത്തിൽ കിട്ടുമ്പം അതിനും സന്തോഷമുള്ള കാര്യമാണ്. ആ അവാർഡുകളിൽ എനിക്ക് ഈ തിരക്കഥയ്ക്ക് ഇതിന് ലഭിച്ചു എന്നുള്ളതും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് ഞാനും ആദ്യമായിട്ടാണ്. മറ്റേത് മനസ്സിൽ നിന്ന് അറിയാതെ വരുന്ന ഒരു എഴുത്താണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഫോഴ്സ്ഡായിട്ടുള്ള ഒരു എഴുത്താണത്. ബോധപൂർവമായി നമ്മൾ ശ്രമിച്ചെഴുതുന്ന ഒരു എഴുത്തോടാണ്. കാരണം അതിൻ്റെ ഒരു സ്ട്രക്ചർ ആ കഥയിലുണ്ട്. എന്നാൽ അതിൻ്റെ ഒരുപാട് വായിക്കപ്പെട്ടിട്ടുള്ള ആ പുസ്തകത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറാനും പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്നാൽ പുതിയതായി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പുനർവായന പോലെയോ അല്ലെങ്കിൽ ഒരു പുനർകാഴ്ച പോലെയോ ഒക്കെ വരുമ്പോൾ അത് വിരസമാവാം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിനൊരു സസ്പെൻസ് ഇല്ല. കഥ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. കഥ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് തന്നെ ഞാൻ അതിന് ബെന്യാമിൻ പറയാത്ത ഇടങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ. അന്നും പ്രേക്ഷകർക്കും അതൊരു പുതിയൊരു അനുഭവമായിരിക്കുമല്ലോ. ആ രീതിയിലാണ് അതിനെ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നത്. ഏറ്റവും അധികം എനിക്കും മറ്റുള്ളവർക്കും ഒക്കെ ഈ പുസ്തകം വായിച്ച ആൾക്കാരെങ്ങനെ ഈ സിനിമ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇതിൻ്റെ റിലീസിന് മുമ്പ് വലിയൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് കവർ ചെയ്ത് നമുക്ക് സിനിമ സക്സസ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ഇപ്പം അതിന് ഒരു അംഗീകാരം ലഭിക്കുന്നതും സന്തോഷമുള്ള കാര്യമാണ്. പുസ്തകം വായിച്ചവർക്കെല്ലാം ആ കഥ മനസ്സിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും പ്രേക്ഷകരുടെ ഒരു മനസ്സിൽ അവരുടെ ചിലപ്പോൾ ആരവങ്ങളോടുകൂടിയായിരിക്കും ഇറങ്ങുന്നത്, ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ ഈ സിനിമയെ കണ്ടിറങ്ങിയ ആളുകളെല്ലാം വളരെ വളരെ സൈലൻ്റായിട്ട് വളരെ വിഷമത്തോടെ മനസ്സിൽ തട്ടിയിട്ട് മിണ്ടാതെയാണ് എല്ലാവരും ഇറങ്ങിപ്പോകുന്നത്. അത്രയ്ക്കും ആളുകളെ ഇത് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം സാറിൻ്റെ ആ ഒരു സാർ ഈ സിനിമ കണ്ട് ഫസ്റ്റ് ഷോ കണ്ടിറങ്ങുമ്പം സാറിൻ്റെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഇല്ല. ഈ സിനിമ ഞാൻ തിയേറ്ററിലെ പ്രേക്ഷകരോടെ കൂടെ ഇരുന്ന് കണ്ടിട്ടില്ല. അപ്പം പക്ഷേങ്കിൽ ഞാൻ ഈ സിനിമയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇങ്ങനെ പല സിനിമകളുടെയും നമുക്ക് കാണാമല്ലോ പ്രൊമോഷനുമൊക്കെ ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഭയങ്കര ആഹ്ലാദവും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിക്കപ്പെടുന്ന അവസ്ഥകൾ. ഈ സിനിമ കഴിയുമ്പോൾ പ്രേക്ഷകർ എങ്ങനെയായിരിക്കും തിയേറ്റർ വിടുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയൊരു ഹൃദയഭാരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഒന്ന് തിരിച്ച് അവരുടെ ഒരു റിയാലിറ്റിയിലേക്ക് എത്തുവാനായിട്ടൊക്കെ ഒരു ഡിലേ ഉണ്ടാകും. അപ്പം പുറത്ത് ക്യാമറയുമായി കാത്ത് നിൽക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറയാൻ ചിലപ്പം അവർക്ക് വാക്കുകൾ ഉണ്ടാവണമെന്നില്ല. അത് ഞാൻ അപ്പം അതാണല്ലോ ഒരു സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ ഒരു റിപ്പോർട്ടെന്നൊക്കെ പറയുന്നത്. അതെങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാനും വളരെയധികം ആലോചിച്ചിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ പോയി പ്രേക്ഷകരോടൊപ്പം സിനിമ കാണാഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണത്തിന് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ചിലപ്പം പറ്റുമെന്ന് വരത്തില്ല. അത്രമേൽ അടുത്തായിപ്പോയി ഈ അതുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. കാരണം ഒരു മോശമാണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ നമുക്കത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. ഇപ്പോൾ കാഴ്ചയിലൂടെ തുടങ്ങി ആടുജീവിതത്തിൽ വന്ന് എത്തി നിൽക്കുകയാണ്. അപ്പോൾ വലിയൊരു യാത്രയായിരുന്നു. സാർ എപ്പോഴെങ്കിലും തിരിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച ആ പഴയ ബ്ലസ്സിയെ ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പിന്നീട്?
പിന്നെ നമുക്ക് എന്നും നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്നത് നമ്മൾ ഇതിനു വേണ്ടി ഉണ്ടായ ഈ ഒരു ഫിലിം മേക്കറാകാൻ വേണ്ടി ഉണ്ടായ നമ്മുടെ ചിന്തകളെ, അതിനുവേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന വഴികൾ, കഷ്ടപ്പാടുകൾ, അത് തീർത്തും എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ 18 വർഷക്കാലം അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഈ സിനിമ ഞാനിപ്പോൾ എൻ്റെ 20ാമത് വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പം ഞാനിപ്പോഴും ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറിൻ്റെ കൂട്ടാണ് ഞാൻ എൻ്റെ സെറ്റിൽ വർക്ക് ചെയ്യുക. അല്ല ഞാനൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ മാറി നിന്ന് ഒരു കസേരയിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പം അതുകൊണ്ട് എൻ്റെ വന്ന വഴികളെക്കുറിച്ച് ഇന്നലെ എന്ന പോലെ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെ ഓരോ സിനിമയും എനിക്ക് ആദ്യ സിനിമയാണ്. ഇപ്പം ആടുജീവിതം ആദ്യം പുറത്തിറങ്ങാൻ വന്നപ്പം പ്ലാനിങ് നടന്നുകൊണ്ടിരുന്ന സമയം തൊട്ട് ആളുകൾക്ക് ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇത്രയും വർഷങ്ങളെടുത്ത് അത് പുറത്തിറങ്ങി ഇത്രയധികം അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലും ആളുകൾക്ക് എല്ലാവരുള്ളൊരു ചോദ്യം, എല്ലാവരുടെ ഉള്ളിലുള്ളൊരു ചോദ്യം സാറിൻ്റെ ഈ ഹാർഡ് വർക്കിനെ പറ്റിയിട്ടാണ്. ഇത്രയധികം വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി, ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ആരും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് ആ ഹാർഡ് വർക്കിലേക്ക് സാറ് വന്നത്? അതിൻ്റെ ഒരു സീക്രട്ടൊക്കെ എന്താണ്? ഞാൻ എൻ്റെ എല്ലാ സിനിമകളോടും എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു ആളാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒരുപാട് പോകാത്ത ഒരാളോടാണ്. അപ്പം സിനിമ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ സിനിമ ഒരു തൊഴിലെന്നുള്ള രീതിയിൽ ചെയ്യുക എന്നൊന്നും അല്ല ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമ ഒരു കലാരൂപമാണെന്നും അതിനെ നമ്മൾക്ക് ശേഷം ഈ സിനിമകളൊക്കെ സംസാരിക്കണം എന്നാഗ്രഹിക്കുന്ന തരത്തിലാണ് ഞാൻ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അത് ഏറ്റവും നമുക്കൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും നന്നാക്കാമായിരുന്നു എന്ന് തോന്നാൻ പാടില്ല. അപ്പം ആ രീതിയിൽ അതിനു വേണ്ടി സമയം ചെയ്യുക എന്നുള്ളത്. പിന്നെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. കാരണം അത്രയധികം എനിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ആ തൊഴിലിനോട് ഭയങ്കരമായ തൊഴിലിനോടുള്ളൊരു ഭ്രാന്തുണ്ട്. ആ ഭ്രാന്ത് അന്ന് എൻ്റെ ഒരു അസിസ്റ്റൻ്റായിരിക്കുമ്പം തൊട്ടുണ്ട്, അത് ഇന്നും ഉണ്ട്. അങ്ങനെ 16 വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാലയളവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. സാർ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് ഈ 16 വർഷ കാലയളവിൽ സാർ അനുഭവിച്ച ഈ ചിത്രം പുറത്തിറങ്ങാൻ വേണ്ടി അനുഭവിച്ച സ്ട്രഗിളുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്, ആ സമയത്ത് ബ്ലസ്സി എന്ന മനുഷ്യൻ്റെ മനസ്സിലെ ഒരു മാനസികാവസ്ഥ, അത് കടന്നുപോയ വഴികൾ, അതൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് തോന്നുന്നു ഈ 16 വർഷത്തിലെ ഒരു ആദ്യത്തെ 4-5 വർഷക്കാലം എന്ന് പറയുന്നത് ഈ സിനിമ എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യാം എന്നുള്ളത് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് സാധാരണ ഒരു സിനിമയുടെ ഫ്രെയിമുകളിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയൊരു ബഡ്ജറ്റിലുള്ളൊരു സിനിമ, ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസിക് സ്വഭാവം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ അല്ലെങ്കിൽ ആ തരം രീതിയിലുള്ള ഒരു ഫോർമാറ്റിലുള്ളൊരു സിനിമയല്ല. ഒരു 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 വൺ മാൻ ഷോ അല്ലെ വൺ മാൻ പ്ലേ എന്നൊക്കെ പറയുന്ന പോലെ തരത്തിലുള്ള ഒരു സിനിമ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർക്കും. ഇത്രയും ബഡ്ജറ്റിലൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. അപ്പോൾ അതിനെ ഉണ്ടാക്കിയെടുക്കുക, അതിനൊരു ഇടം ഉണ്ടാക്കുക, അതിനൊരു നിർമ്മാതാവിനെ കണ്ടെത്തുക, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് കുറേ കാലങ്ങൾ കടന്നുപോയത്. പിന്നീടാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിലേക്കും മറ്റ് ലൊക്കേഷനിലേക്കും. അപ്പം ഒന്നും എളുപ്പമായിരുന്നില്ല. ഈ സിനിമയുടെ ലൊക്കേഷൻ തേടി അലഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും, സൗദി, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ, അബുദാബി, ദുബായ്, ദോഹ, അങ്ങനെ എല്ലാ സലാല, അങ്ങനെ എല്ലാ ഗൾഫ് കൺട്രീസ് കംപ്ലീറ്റ് നോക്കിയിരുന്നു. ഈജിപ്റ്റ്, മൊറോക്കോ, ട്യൂണീഷ്യ, ഇത്തരം ഇങ്ങനെ സ്ഥലങ്ങളെല്ലാം കടന്നപ്പോൾ അവിടെ എല്ലാം ചില സ്ഥലങ്ങൾ നമുക്ക് അനുയോജ്യമായിട്ട് തോന്നി. പക്ഷേങ്കിൽ അവിടെ പെർമിഷൻ, മറ്റ് പ്രശ്നങ്ങൾ, ചില ലോജിസ്റ്റിക് പ്രശ്നങ്ങളൊക്കെ
വന്നുകൊണ്ട് നമുക്ക് പറ്റാതെ പോയി. പിന്നീടാണ് നമ്മൾ ജോർദാനിലേക്കും അൾജീരിയയിലേക്കുമൊക്കെ സിനിമയെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇതിൽ എല്ലാ ഘടകങ്ങളും നമുക്ക് തടസ്സം തന്നെയായിരുന്നു. ഒന്നും നേരെ ഒറ്റയടിക്ക് ശരിയായിട്ടില്ല. അത് ഈ സിനിമയുടെ ഒരു വിധി തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിം ഖാദിരിയുടെ കഥാപാത്രത്തിന് അവതരിപ്പിക്കാൻ ഇഷയ വാഷിങ്ടൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു വളരെ ഗ്രേസ് അനാറ്റമിയിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരാളാണ് ഇതിന് കോൺട്രാക്റ്റ് ആദ്യം സൈൻ ചെയ്തത്. വേണ്ട ഒരു 1.25 കോടി രൂപയോളം അദ്ദേഹം അഡ്വാൻസായി വാങ്ങിക്കുകയും ചെയ്തിട്ടാണ് കോവിഡിന് ശേഷം ആ പൈസയോടുകൂടി അദ്ദേഹം ഇപ്പം അദ്ദേഹമായിട്ട് കേസ് നിലനിൽക്കുകയാണ്. അപ്പം അങ്ങനെ പിന്നീടാണ് ജിമ്മി ജിൻ ലൂയിസിലേക്കൊക്കെ എത്തുന്നത്. അപ്പം ഇങ്ങനെ എല്ലാ വിവിധ തരങ്ങളായ പ്രയാസങ്ങൾ ഈ സിനിമയ്ക്ക് ഓരോ ഘട്ടമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു കാലയളവിലൊക്കെ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഉണ്ടായിരുന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിനൊക്കെ തരണം ചെയ്തത്? ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അതിജീവനം. ഈ സിനിമയുടെ മുഖ്യമായ ഒരു പ്രവാസത്തിനേക്കാൾ കൂടുതൽ അതിജീവനത്തിനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം ഒരു അതിജീവനം തന്നെയായിരുന്നു ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 16 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് ഹേഡിൽസിലൂടെ പോയതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും പോയ കാലം വർഷങ്ങൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. കാരണം ഒരു കാര്യത്തിന് ഒരു ലൊക്കേഷൻ്റെ പുറകെ നമ്മളങ്ങ് പോവുകയാണ്, അത് പെർമിഷൻ ആകാൻ വേണ്ടി പോവുകയാണ്. അപ്പം പെട്ടെന്നൊരു പെർമിഷൻ നമുക്ക് കിട്ടുന്നില്ല, മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഘട്ടത്തിലൊക്കെ ഞാൻ വളരെ പ്രയാസപ്പെട്ടിട്ട് ഒരു മരണം എപ്പോൾ വേണേലും സംഭവിക്കാമെന്ന് തോന്നുന്ന തരത്തിലുള്ള വലിയ ഒരു പ്രയാസം മനസ്സിനെ ധരിച്ചപ്പം ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു വെള്ളക്കടലാസിൽ എനിക്ക് കൊടുക്കാനുള്ള കടബാധ്യതകൾ, എൻ്റെ ബാധ്യതകളെ പ്രശ്നങ്ങൾ എൻ്റെ മക്കളോ വീട്ടുകാരോ ഒക്കെ അറിയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പത്രം പോലും എഴുതേണ്ടിയ മാനസികാവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട്. കരഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് അലറി എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിലൊക്കെ നമുക്ക് ഒരു പ്രതീക്ഷ മാത്രമല്ല, ഇതിനപ്പുറമായിട്ട് ഈ സിനിമ തീർക്കുക എന്നുള്ളതാണ് അവസാനമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ പൂർത്തീകരിച്ചത്. അപ്പം പല ആൾക്കാരും പറയുന്നത് എങ്ങനെ ഇത്രയും കാലം ഇതൊന്നും നമ്മളൊരു ബോധപൂർവം നമ്മളൊരു മിടുക്ക് കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. നമ്മൾ അതിൽ ചെന്ന് പെട്ടു, നമുക്കത് അല്ലാതെ സർവേ ചെയ്തിട്ട് വേറൊരു അവസ്ഥയില്ല. കാരണം അത്രയും ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് സിനിമയ്ക്ക് വേണ്ടി മുടക്കുകയും പകുതിക്ക് ഇട്ട് വെച്ചിട്ട് പോകാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആ ദൗത്യം എന്ന് പറയുന്നത്. ഇപ്പം കാഴ്ചയായാലും ഭ്രമരമായാലും സാറിൻ്റെ ആ ചെയ്ത 8 സിനിമകൾ എടുത്ത് നോക്കിയാലും എല്ലാത്തിനും മനുഷ്യ ജീവിതത്തിനോട് ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളെയാണ്. ഒരു ചെറിയ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, ഒരു ഗൃഹനാഥൻ മാത്രമേ ഉള്ളെങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം എല്ലാം വളരെ വളരെ മൈന്യൂട്ടായിട്ട് അവരുടെ ഉള്ളിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാം സാറിങ്ങനെ ഊറ്റിയെടുക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരെ ഇങ്ങനെ പഠിച്ചെടുക്കാനും ഒക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് നമുക്ക് എന്താ പറയുക, ഞാനൊരു സാധാരണക്കാരനായി തുടങ്ങി ഇപ്പോഴും വളരെ സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ കടന്നു പോകുന്ന വഴികൾ, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവർ, നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഇതൊക്കെ നമ്മളെ ഭയങ്കരമായി പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഇപ്പം ഒരു മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ മരണമാണെങ്കിൽ പോലും ആ വീട്ടിലെ അവരുടെ ആ മരണ വീട്ടിലുണ്ടാകുന്ന ഒരു പാട്ടായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കും, കേട്ട് കഴിഞ്ഞാൽ പോലും എനിക്കറിയാത്ത ആളാണെപ്പോലും എൻ്റെ കണ്ണ് നനയും. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഇതിനോടൊക്കെ പ്രതികരിക്കുന്ന ഒരാളും കൂടെയാണ് ജീവിതത്തിലും. പെട്ടെന്ന് ഇമോഷണലാകുന്ന ഒരാളെന്നുള്ള രീതിയിൽ നോക്കുമ്പം ഇതൊക്കെ ഞാൻ അനുഭവിക്കുകയും ഞാൻ അറിയുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ഞാൻ അറിയാത്ത കാര്യങ്ങളിലൂടെ എനിക്ക് കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുമായിരിക്കാം.
അത് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളെ സാധ്യതകളെ ഉപയോഗിക്കുകയാണ്. എപ്പോഴും ഒരു സീൻ നമ്മൾ വർക്ക് ചെയ്യുമ്പം അതിനെത്രത്തോളം സാധ്യതയുണ്ട്, ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം അത് ഒരു ഓരോ സബ്ജക്റ്റിലും അങ്ങനെ തന്നെ. ഇപ്പം ശിവൻകുട്ടി എന്ന് പറയുന്ന പ്രമരത്തിലെ ശിവൻകുട്ടിയുടെ ഒരു അവസ്ഥയിൽ അയാൾക്ക് തന്നെ അറിയാതെ പോയി ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു ഘട്ടത്തിൽ അയാൾ തലയും കുത്തി നിൽക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടുള്ള അവസ്ഥകൾ. അപ്പം അതൊരു സാധ്യതകളുടെ മാക്സിമത്തിലേക്ക് എത്താൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു ഇപ്പോൾ പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ്റെയൊക്കെ മികവോടുകൂടി നമ്മൾ ആളുകളെ മൈൻഡിനെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ പറയും. എനിക്ക് അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് സാറിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ സാറ് പത്മരാജൻ്റെയും ഭരതൻ്റെയും ഒക്കെ സിനിമകളിൽ കണ്ടും അവരുടെ ശിഷ്യനായിട്ടും ഒക്കെ വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ സിനിമയുടെ എല്ലാ തിരക്കഥയിലൊക്കെ ആയാലും ഡീറ്റെയിലിങ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കണ്ണിൻ്റെ ആയാലും കൈയുടെയൊക്കെ ആയാലും ചലനങ്ങൾ ഉൾപ്പെടെ സാറ് ചേർക്കാറുണ്ട്. ആ ഒരു രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ പത്മനാഭൻ സാറിൻ്റെ കൂടെയാണ് 7 സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത് എനിക്കൊരു ഗുരു ഉണ്ടെന്നുള്ളതാണ്. ഞാൻ എന്നും എൻ്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം സൂക്ഷിച്ചിരിക്കുന്നത് എൻ്റെ ഗുരുനാഥനെയാണ്. അദ്ദേഹം സിനിമയെ സമീപിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് തിരക്കഥയെ സമീപിച്ചിരിക്കുന്നത് ഞാനിങ്ങനെ ഭയങ്കരമായി ഒബ്സർവ് ചെയ്യുകയും കൊതിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ. അത് ഞാൻ ഒരു സിനിമയെ ആദ്യമായിട്ട് ഞാൻ സമീപിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, ദൈവമേ എൻ്റെ സാറിന് ദോഷമുണ്ടാകുന്ന പോലെ എനിക്ക് ചെയ്യാൻ ഇടവരരുത്. അപ്പം സാറിനുണ്ടാകുന്ന ഒരു സമർപ്പണമായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു വർക്ക് കണ്ടിട്ട് നാളെ ഒരാൾ ചോദിക്കാൻ പാടില്ല, ഇവനൊക്കെ പത്മരാജനെ പോലുള്ളൊരു ലെജൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇത്തരം കൂതറ സിനിമയാണ് എടുക്കുന്നത് ചോദിക്കാൻ പാടില്ലല്ലോ. അത് സാറിൻ്റെ പേര് മോശമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഒരു സിനിമ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സാറിൻ്റെ സിനിമകളുടെ എണ്ണം എടുത്തു നോക്കിയാലും വളരെ കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ, പക്ഷേ എല്ലാം വളരെ ക്വാളിറ്റിയുള്ള സിനിമകളാണ്. സാറിൻ്റെ സിനിമകൾ ഇനിയും സിനിമകളുടെ ഇങ്ങനെ എന്താ പറയുക, ഇത്രയും മതി, അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി കൂട്ടിയിട്ട് കുറഞ്ഞ സിനിമകൾ എടുത്താൽ മതി, അങ്ങനത്തെ ഒരു ചിന്തകൾ ഉണ്ടോ? അങ്ങനെയല്ല, നമ്മളിതൊന്നും നമ്മൾ ചിന്തിക്കുന്നതല്ല. ഇപ്പം കുറച്ച് സിനിമ എടുക്കാനായിട്ട് ഒത്തിരി കാലം എടുക്കുന്നൊന്നുമല്ല. ഞാൻ ബേസിക്കലി ഞാനൊരു സാധാരണ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ്. ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല. അടുത്ത സിനിമ എനിക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിയോടുകൂടി തന്നെയാണ് ഞാൻ എഴുതാനിരിക്കുന്നത്. അപ്പം ഒരു സിനിമയെ സെലക്ട് ഞാൻ കാണാത്തൊരു സിനിമയാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഒരു സിനിമയെ ഞാൻ സെലക്ട് ചെയ്യുമ്പം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സിനിമ എന്നുള്ളൊരു ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പുതുമ ഉണ്ടാവണം എന്നാഗ്രഹിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവണം എന്നൊരു, അങ്ങനൊരു സിനിമ ഉണ്ടായില്ല എന്താ കുഴപ്പമെന്ന് ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ആടുജീവിതം എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ആടുജീവിതത്തിനെ മാറ്റി വെക്കാൻ പറ്റാതാകുന്നത് അല്ലേ. ഒരു 10 സിനിമ വരുമ്പം ആടുജീവിതം പോലൊരു കഥ മാറ്റിവെക്കപ്പെടാവുന്നതാകാൻ പാടില്ല. ഭ്രമരം മാറ്റിവെക്കപ്പെടാൻ പാടുന്നുള്ളതല്ല. തന്മാത്ര ഇന്നും സംസാരിക്കുന്നു. പലരും എൻ്റെ ഏറ്റവും നല്ല സിനിമയായിട്ട് ഇന്നും കാഴ്ചയാണ് കാണുന്നത്. അപ്പം അങ്ങനെ ആവണം അടുത്ത സിനിമയും എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ അതിനുവേണ്ടി, അത് കണ്ടെത്താൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു സമയമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പം അടുത്ത സിനിമ, സാറിൻ്റെ അടുത്ത സിനിമ എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അടുത്ത സിനിമയിലേക്ക് പോകുമ്പം എന്ത് തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സാർ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ ഇതിലാക്കാൻ പറ്റും, സിനിമയിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു കഥ ഇതാക്കാൻ പറ്റും എന്നുള്ള ചിന്തകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അങ്ങനെയില്ല. നമ്മളൊരു കഥയാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പം ഈ കഥ നിങ്ങൾ കേട്ടതാണോ കണ്ടതാണോ, അല്ലെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് സിനിമയാണല്ലോ, ഞാനിപ്പോൾ ഒരു നോവലൊന്നും അല്ലല്ലോ എഴുതുന്നത്. സിനിമയ്ക്ക് ഒരു ദൃശ്യ സാധ്യതയുണ്ടോ, പ്രത്യേകിച്ച് ഇപ്പം ഞാനൊരു കാഴ്ചയോ തന്മാത്രയോ ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ 20 വർഷമാകുന്നു. മാറുമ്പം ഇത് സിനിമ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള
തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം സിനിമയ്ക്ക്. അപ്പോഴാണ് തിയേറ്ററിലെ ആൾക്കാർ വരിക. കാരണം അതിലുള്ള ഇപ്പം നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ഏറ്റവും നല്ല സുവർണ്ണ കാലമെന്ന് പറയാൻ കാരണം തിയേറ്ററുകളൊക്കെ നവീകരിച്ചു. തിയേറ്ററുകളിൽ കൂടെ കേൾക്കുന്ന 4Kയെക്കുറിച്ചും അറ്റ്മോസിനെക്കുറിച്ചും ഒക്കെ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ധാരണയുള്ളവരാണ്. കാരണം യുവതലമുറയാണ് കൂടുതലും ആദ്യത്തെ ഷോയ്ക്ക് തിയേറ്റർ കീഴടക്കുന്നത്. കാരണം അതൊരു ഹരമായിട്ട് അവർക്ക് ആ ശബ്ദത്തിൽ കേൾക്കുന്നതും ആ ക്വാളിറ്റി കേൾക്കുന്നതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അവർക്ക് നല്ല ബോധമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിടത്ത് ടിക്കറ്റ് കുറവാണ് എങ്കിൽ അവിടെ പോയി കാണുന്ന ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി സിനിമ കാണുക എന്നുള്ളതാണ്. അപ്പം സിനിമ തിയേറ്ററിൽ കാണേണ്ടതായി വരുന്നു കൂടുതൽ. അപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന സിനിമകൾക്കാണ് സാധ്യത കൂടുതലായിട്ട്. പ്രത്യേകിച്ച് ഇപ്പം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇരുന്നും സിനിമ കാണാം എന്നുള്ള വരുമ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാജിക് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇപ്പം പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാനും ചിന്തിക്കുക. ആടുജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിലയിടങ്ങളിലൊക്കെ മനുഷ്യർ പറയാത്ത ചില കാര്യങ്ങൾ വളരെ സംഗീതത്തിലൂടെ വളരെ സൈലൻ്റായിട്ടും ഒക്കെ ആ രീതിയിലൂടെ പോയിട്ടുണ്ട്. ഇന്നലെ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് അതിൻ്റെ സംഗീതത്തെ പരിഗണിക്കാതെ പോയതിനെക്കുറിച്ച് സാർ പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ സംഗീതത്തിലേക്ക് ആടുജീവിതം എന്ന സിനിമയും അതിൻ്റെ ഉള്ളിലുള്ള ആ സംഗീതത്തെക്കുറിച്ച് സാർ ഒന്ന് പറയാമോ? ആടുജീവിതത്തിൻ്റെ അത് ഒരു സിനിമയാക്കാനായിട്ട് തീരുമാനിച്ച കാലം തൊട്ട് ഈ സിനിമയുടെ മ്യൂസിക്കിൻ്റെ സാധ്യതകൾ ഏത് തരത്തിലായിരിക്കണം ഉണ്ടാകുന്ന മ്യൂസിക്. അപ്പം ഇതിലെല്ലാമാണ് ഈ സിനിമ ഒരു ഇൻ്റർനാഷണലായിട്ട് സിനിമയെ മാറ്റാനായിട്ട് കഴിയും. അപ്പം അത്തരത്തിലുള്ള ഒരു മ്യൂസിക് സൃഷ്ടിക്കപ്പെടുവാനായിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് റഹ്മാൻ സാറിലേക്ക് എത്തുന്നതും അദ്ദേഹത്തിനെ ഇതിൻ്റെ കഥ കൺവിൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിനോടൊപ്പം ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വാസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഞാൻ എന്തുകൊണ്ട് എൻ്റെ പ്രയാസം വിഷമം പറഞ്ഞത് ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഡെഡിക്കേറ്റ് ചെയ്ത് അദ്ദേഹം ഈ സിനിമയോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരാളാണ്. ഇതിൻ്റെ റീറെക്കോർഡിങ്ങിൻ്റെ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും ഒരുപാട് പ്രാവശ്യം റീവർക്ക് ചെയ്ത് വീണ്ടും മാറ്റി അങ്ങനെയുള്ള ഒരു വർക്കാണ് ഇത്. കാരണം ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലേക്ക് എത്തേണ്ടിയ തരത്തിലാണ് ഇതിൻ്റെ ഒരു റീറെക്കോർഡിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു മാജിക്ക് പോലാണ് എനിക്കതിനെ തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ സ്ക്രിപ്റ്റിലൊക്കെ ഞാൻ ചില സമയത്ത് ചില നോട്ടുകൾ എഴുതി വയ്ക്കാറുണ്ട്. അവിടെ സംഗീതം തുടരുന്നു അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്വർഗത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരിടം അവിടുന്ന് ആകാശത്ത് നിന്ന് മാലാഹമാരുടെ പാട്ടുകൾ താഴേക്ക് അരിച്ചിറങ്ങുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അത് മനസ്സിലതൊരു ആ സമയത്തുണ്ടാകുന്ന ഒരു മ്യൂസിക്കൽ നോട്ട് അവിടെ ഉണ്ടെന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളതിൽ. അപ്പം പലതും അത് കൃത്യമായി അത്തരത്തിലുള്ള ഒരു ഹെവൻലി മ്യൂസിക്കൊക്കെ സിനിമയുടെ തുടക്കത്തിൽ ഉണ്ടാകുന്ന മ്യൂസിക്കൊക്കെ അത്തരം രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പം സിനിമ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ സിനിമയുടെ ഒരു സക്സസ്സും നമുക്ക് ഇല്ല. മ്യൂസിക് അത്രമേൽ ആ സിനിമയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കമൻറ്റിലേക്കൊക്കെ പോയത്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ മനുഷ്യനും രണ്ട് തരം കാഴ്ചപ്പാടുണ്ട്, പലതരം കാഴ്ചപ്പാടുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ അവാർഡ് കിട്ടി എങ്കിലും ആ സിനിമയെക്കുറിച്ചും ആളുകൾക്ക് നല്ലതും ചീത്തയും ഒക്കെ പറയാനുണ്ടാവും. ഇപ്പം പുതിയതായിട്ട് വരുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് ആടുജീവിതത്തിന് കിട്ടിയിരിക്കുന്ന ജനപ്രിയ സിനിമ എന്നുള്ള അംഗീകാരം അത് 2023 വരെ ഡിസംബർ വരെയുള്ള സിനിമകൾക്ക് മാത്രം ഉള്ളതാണ് എന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. സാറ് എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്? ഞാൻ വളരെ പെട്ടെന്നാണ് കുറച്ച് സമയം മുമ്പാണ് ഞാനും ഈ ഒരു ആരോപണത്തിനെ കേട്ടത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ
അങ്ങനെയല്ലേ എന്നുള്ളതാണ്, അത് ശരിയാണല്ലോ എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. കാരണം സിനിമ ജനപ്രിയമാകുന്നത് ആ കാലഘട്ടത്തിൽ, അവാർഡ് നിർണ്ണയിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അല്ല എന്നുള്ളതെന്ന് വെച്ചാൽ സിനിമ ഇറങ്ങിയത് ഈ വർഷം 2024 മാർച്ചിലാണ് ഇറങ്ങിയത്. ബൈജു ആണ് ആരോപണം നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നു. ആരോപണമല്ല, ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് എന്നെ തീരുമാനമെടുക്കേണ്ടത് അക്കാഡമിയും സർക്കാരും ജൂറിയും ഒക്കെയാണ്. അതിൻ്റെ മറുപടി എൻ്റെ ഭാഗത്തുനിന്നല്ല ഉണ്ടാവേണ്ടത്. അത് അവർ ചെയ്യട്ടെ. കാരണം അത് ടെക്നിക്കലി അത് പറയുമ്പോൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അത്തരത്തിലത് പരിഗണിക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടോ? അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നമ്മളെ ഏത് രീതിയിൽ, അപ്പം അങ്ങനെ നമ്മളിത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 9 അവാർഡുള്ളൊരു, അല്ലെങ്കിൽ 9 8 അവാർഡുകൾ, ഇൻഡിവിജ്വൽ 8 അവാർഡുകളുള്ളൊരു സിനിമ അല്ല ഏറ്റവും നല്ല സിനിമ. അപ്പം അതിൻ്റെ എന്താണ് പരിഗണിക്കുന്നത് സിനിമയ്ക്ക് എന്നുള്ളത്, അത് ഡിഫൈൻ ചെയ്യേണ്ടത് ജൂറിയാണ്. 2005 എനിക്ക് തന്മാത്രയ്ക്ക് ഏറ്റവും നല്ല സംവിധായകൻ, ഏറ്റവും നല്ല തിരക്കഥാകൃത്ത്, ഏറ്റവും നല്ല സിനിമ, ഏറ്റവും നല്ല നടൻ ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പം ഏറ്റവും നല്ല നടനും ഉണ്ടായിരുന്ന, അല്ല ഡയറക്ടർ, സ്ക്രിപ്റ്റ്, നടൻ ഉണ്ടായിരുന്ന ആ സിനിമ തന്നെയായിരുന്നു ഏറ്റവും നല്ല സിനിമയും. അപ്പം ഓരോ ജൂറിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ജൂറിയാണ് ഇതിനെല്ലാം മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ അക്കാഡമിയാണ് മറുപടി പറയേണ്ടത്. ബൈജു കൊട്ടാരക്കരയാണ് ഈ വിവാദം നടത്തിയിരിക്കുന്നത് അല്ലേ? അതെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ ആണ് ഞാനത് കണ്ടത്. ചിലപ്പം അതിന് ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നും എനിക്കറിയത്തില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രതികരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമല്ലാത്തതുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളല്ലോ, അവാർഡ് തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഏതാണേലും നമ്മളതിനെ ആ സമയത്ത് അഡ്രസ്സ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്ന വളരെ ഇപ്പം നമുക്കറിയാം ഈ സിനിമയുടെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, എന്തൊക്കെ സ്ട്രഗിൾ നടന്നിട്ടുണ്ട്, പൃഥ്വിരാജ് എന്ന മനുഷ്യൻ എന്തുമാത്രം അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ചിലരെങ്കിലും പറയുന്നുണ്ട്, പൃഥ്വിരാജിന് അവാർഡ് കൊടുത്തതിന് വിമർശിച്ചുകൊണ്ട് കുറേ ആളുകൾ പറയുന്നുണ്ട്. സാറ് നേരിട്ട് കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ. സാറിൻ്റെ നായകനെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ സാറിന് അതിൽ വിഷമമില്ലേ? അല്ല, ഇപ്പം അഭിപ്രായങ്ങൾ ശരി തെറ്റ് നല്ലത് ചീത്ത എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ട് പല രീതിയിലാണല്ലോ നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ചില ആൾക്കാരുടെ ശരി മറ്റൊരാൾക്ക് തെറ്റാവാം, ചിലരുടെ തെറ്റ് മറ്റൊരാൾക്ക് ശരിയാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ ആ രീതിയിൽ അതിനെ കണ്ടിട്ട് കാര്യമുള്ളൂ. എല്ലാവരും ഒരേപോലെ ഇപ്പം നമുക്കിപ്പം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടുകൂടി എല്ലാത്തിനും ഒരു അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൂടിയല്ലോ. എല്ലാവർക്കും ഉറക്കെ സംസാരിക്കാം, പ്രത്യേകിച്ച് വേറൊരാളെക്കുറിച്ച്. സ്വന്തം കാര്യമല്ല, വേറൊരാളെക്കുറിച്ച് വളരെ ശക്തമായി നമുക്ക് പ്രതികരിക്കാം. പക്ഷെ അതേ കാര്യത്തിൽ നമ്മളങ്ങനെ പ്രതികരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് പലരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അതൊക്കെ ഒരു മറ്റ് ചിന്തകളാണ്. അപ്പം അതിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം യഥാർത്ഥമായിട്ടുള്ള എപ്പോഴും ഒരു കാര്യം നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ ചിന്തകൾക്കാണല്ലോ വില കൊടുക്കുക എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും പൃഥ്വിരാജിൻ്റെ അഭിനയത്തിനെ വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. എന്തായാലും ഇപ്പം വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. 16 വർഷത്തെ ഒരു അധ്വാനത്തിൻ്റെ ഫലം ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. സാറിൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ബ്ലസ്സി എന്ന കലാകാരനെ നെഞ്ചോട് ചേർത്ത് ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം വീണ്ടും സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ഞങ്ങൾക്ക് അതുപോലുള്ള മികച്ച സിനിമകൾ സമ്മാനിക്കാൻ സാറിന് സാധിക്കട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് റിപ്പോർട്ടർ TV യുടെ എല്ലാ പ്രേക്ഷകരോടുമുള്ള എൻ്റെ സ്നേഹം
പ്രത്യേകിച്ച് ആടുജീവിതം എന്ന സിനിമയെ ചേർത്ത് നിർത്തിയ എല്ലാ പ്രേക്ഷകരോടുള്ള നന്ദി, സ്നേഹം ഒക്കെ അറിയിക്കുക. താങ്ക് യു.